അപ്പോൾ ഗൈസ് ഇന്ന് എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ തേങ്ങ കണ്ടപ്പോഴാണ് ഇതെങ്ങനെ പൊട്ടിക്കാമെന്നൊരു പിടുത്തമില്ലായിരുന്നു. ലാസ്റ്റ് തറയടിച്ച് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ മെയിൻ്റനൻസ് വർക്കിൻ്റെ പൈസ ഞാൻ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ഐഡിയ വിട്ട് താഴെ പോയി ആൻറ്റിയുടെ നിന്ന് ചുറ്റിക്ക് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയും പൊട്ടിച്ചെടുക്കാതെ ഒരു രക്ഷയില്ല, കഞ്ഞി ഉപ്പിട്ട് കുടിക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഞങ്ങളിത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഒരു യുദ്ധത്തിനൊടുവിൽ ഞങ്ങൾ പൊട്ടിച്ചെടുത്ത തേങ്ങയാണ് കയ്യിലിരിക്കുന്നത്. അപ്പം കുറച്ച് തേങ്ങ, അതിലേക്ക് ഒരു പീസ് ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പുളി, നമ്മുടെ ഇവിടുന്ന് അടിച്ച് മാറ്റിയ കരിവേപ്പില. ഇവിടുത്തെ വാർഡൻ കാണാതെ നോക്കിയാൽ എനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ എന്നെ ചവിട്ടി പുറത്താക്കും. അതുപോലെ തന്നെ ഒറ്റ അടി അടിച്ചു, അപ്പോഴത്തേക്കിനും നമ്മുടെ ചമ്മന്തി റെഡിയായി. നല്ല സ്മെല്ലായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു പറ കഞ്ഞി കുടിക്കാൻ തോന്നി. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു വികാരം അറിയണമെങ്കിൽ നിങ്ങൾ വല്ല നാട്ടിൽ പോയി കിടന്നിട്ട് അവിടുത്തെ ഫുഡ് തിന്ന് കഴിയുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ. അപ്പം നല്ല ചൂട് ചമ്മന്തിയും നല്ല ചൂട് കഞ്ഞിയും കിട്ടിയാൽ ഇതുപോലെ ഇരുന്ന് തിന്നുന്നത് കാണാം. അപ്പോൾ അടിപൊളിയായിരുന്നു. എന്നാണെങ്കിലും